എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ നോ ദ ബൈബിൾ എന്ന് പറയുന്ന എപ്പിസോഡിനകത്ത് നമ്മൾ സംസാരിച്ചത് ഫസ്റ്റ് ക്രോണിക്കിൾസ്, അതായത് ഒന്ന് ദിനവൃത്താന്തത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് ഇടയായത്. ഇന്ന് നമ്മൾ സെക്കൻഡ് ക്രോണിക്കിൾസ്, അതായത് രണ്ട് ദിനവൃത്താന്തം എന്ന പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒന്ന് ദിനവൃത്താന്തം പോലെ തന്നെ ഇതിൻ്റെ ഓതർ ആരാണെന്നുള്ളത് അൺനോൺ ആണ്, എസ്രയാണ് എന്ന് ഒരു കൂട്ടർ പറയുന്നു. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇതിന് 36 അധ്യായങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ശലോമോൻ രാജാവിൻ്റെ ഒരു ഭരണവും അതിനുശേഷമുള്ള ഇസ്രയേലിൻ്റെ ഒരു വിഭജനവും അതിനുശേഷം ബാബിലോണിലോട്ടുള്ള ഇസ്രയേലിൻ്റെ പ്രവാസകാലത്തെക്കുറിച്ചും അതിനുശേഷം അവിടെയുള്ള കോരേഷ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മനസ്സ് ദൈവം ഉണർത്തുകയും അദ്ദേഹം യെരുശലേം ദേവാലയം റീബിൽഡ് ചെയ്യുവാനായിട്ട് അനുവാദം കൊടുക്കുകയും അതിലുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും കാണുന്ന തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 1 തൊട്ട് 9 വരെയുള്ള അധ്യായത്തിനകത്ത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ശലോമോൻ രാജാവിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, പിന്നെ ദേവാലയം പണിയുന്നത്, അത് പ്രതിഷ്ഠിക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ 1-ാം അധ്യായം തൊട്ട് 9-ാമത്തെ അധ്യായത്തിനകത്ത് വരെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇനി അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് നമ്മുടെ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം, അതുവരെ ഒറ്റ രാജ്യമായിരുന്നു. ശലോമോൻ രാജാവിൻ്റെ ഭരണം വരെ ഒറ്റ രാജ്യമായി കിടന്ന ഇസ്രയേലിനെ 2ആയി വിഭജിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ 10 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ഇസ്രയേൽ ഗോത്രമെന്നും 2 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന യഹൂദ ഗോത്രം എന്നും 2ആയിട്ട് വിഭജിക്കപ്പെടുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 11 തൊട്ട് 36 വരെയുള്ള അധ്യായത്തിനകത്ത് പറയുന്നത് ദാവീദിന്റെ വംശാവലിയെക്കുറിച്ചും അതിലെ യഹൂദയുടെ രാജാക്കന്മാരായിട്ട് പിന്നെ വാഴുന്നത് ആരാണ്? ദാവീദ് അല്ലേ? ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക അരുളപ്പാടായിരുന്നു എന്ത്? നിന്റെ ഒരു തലമുറ പോലും എന്തായിട്ടിരിക്കത്തില്ല, ദാവീദിന്റെ സിംഹാസനത്തിനകത്ത് നിന്റെ തലമുറകളെ ഞാൻ ഇരുത്തുമെന്നുള്ളത് ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യഹൂദയുടെ രാജാക്കന്മാരായിട്ട് വരുന്നത് മുഴുവൻ ഈ ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരായിരുന്നു. ഓക്കെ, അപ്പോൾ ആ രാജാക്കന്മാരുടെ ചരിത്രം, അതിൽ യഹോവയ്ക്ക് അനുകൂലമായി നിന്നവരും, അതായത് യഹോവയാം ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച രാജാക്കന്മാരെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും വിട്ട് അന്യാരാധനയിലേക്ക് തിരിയുകയും തങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അല്ലെങ്കിൽ ഇസ്രയേലിനെ യഹൂദയെ അശുദ്ധമാക്കുകയും ചെയ്ത രാജാക്കന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതുകൂടാതെ എന്താണ്, ഇവർ ദൈവത്തെ ആരാധിച്ചു വന്നപ്പോൾ, അതായത് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ഇവരെ അനുഗ്രഹിക്കുന്നതും ഇസ്രയേലിൻ്റെ അഭിവൃദ്ധി, അതായത് യഹൂദയുടെ അഭിവൃദ്ധിയും ഒക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തെ തെറ്റി ദൈവത്തിൽ നിന്നും ഇവർ അകന്നു പോയപ്പോൾ ഇവരുടെ ജീവിതം എത്രമാത്രം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി എന്നുള്ളതും നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഓക്കെ, ഇനി ഇതിന് 36-ാം അധ്യായത്തിനകത്ത് മറ്റു ചില കാര്യങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്. 36-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോഴാണ് യഹൂദയുടെ ബാബിലോൺ പ്രവാസം. ഇസ്രയേലിനെ നമ്മൾക്കറിയാം അസീറിയ കൊണ്ടുപോയി അല്ലേ? എന്നാൽ ഇവിടെ യഹൂദയെ കൊണ്ടുപോയിരിക്കുന്നത് ആരാണ്? ബാബിലോൺ അല്ലെ? ബാബിലോണിലോട്ടാണ് പോയത്. ബാബിലോൺ പ്രവാസമാണ് അവരുടെ ഏറ്റവും നീണ്ട പ്രവാസകാലം എന്ന് പറയുന്നത്. അതായത് 70 സംവത്സരം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 70 സംവത്സരം ബാബിലോൺ പ്രവാസത്തിലായിരുന്നു ആര്? യഹൂദ ഉണ്ടായിരുന്നത്. അതിനുശേഷം 36-ാം അധ്യായത്തിനകത്ത് തന്നെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവിടെ കോരേഷ് എന്ന് പറയുന്ന രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം ഉണർത്തുകയും ആ രാജാവ് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയുവാൻ ഇനി ആരെങ്കിലും അതിലുള്ള ജനങ്ങൾ ആരൊക്കെ ഉള്ളതെന്ന് അവരോട് ചോദിക്കുകയും അങ്ങനെ അതിനുള്ള ഒരു അന്വേഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അതിനു മുൻപേ നമ്മൾക്കറിയാം ബാബിലോണിലേക്ക് നെബൂഖദ്നേസർ ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ യെരുശലേം ദേവാലയം ഒക്കെ തകർക്കപ്പെട്ടു അല്ലേ? യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടു. ഓർക്കണമേ, ഈ യെരുശലേം ദേവാലയം ആരാ പണിതത്? ഇത് പണിതത് ശലോമോൻ രാജാവ് അല്ലേ? ശലോമോൻ രാജാവ് മനോഹരമായി ദൈവത്തിന് വേണ്ടി ആദ്യമായിട്ട് പണിത ആലയമാണ്. എന്നാൽ ശലോമോൻ രാജാവ് തൊട്ട് അങ്ങോട്ട് വീഴ്ച തുടങ്ങിയപ്പോൾ ദൈവം എന്താ ചെയ്തതെന്ന് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ? അല്ലെങ്കിൽ ദൈവം അനുവാദം കൊടുത്തിട്ടാണ് യെരുശലേം ദേവാലയം വരെ നശിപ്പിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ യെരുശലേം ദേവാലയം പണിതു അല്ലേ? ദൈവത്തിന് വേണ്ടി പണിത ശലോമോൻ രാജാവിൻ്റെ വലിയ വീഴ്ച നമ്മളവിടെ കണ്ടു. ദൈവമെന്ന് ആരാധിച്ച ശലോമോൻ രാജാവ് അവസാനം ഭാര്യമാരുടെ വാക്ക് കേട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുവാനായിട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇത്രയും ദൈവത്തെ വിട്ടുപോയ ഒരു മനുഷ്യൻ പണിത ആലയം പോലും ദൈവത്തിന് താല്പര്യമില്ലാതായിട്ടുണ്ടാകണം.
അതുകൊണ്ടായിരിക്കും ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, ആ യെരുശലേം ദേവാലയം വരെ നശിപ്പിക്കുവാൻ നെബൂഖദ്നേസറിന് അനുവാദം കൊടുത്തതെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടു, അതിൻ്റെ സാധനങ്ങൾ മുഴുവൻ ഇവർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. എന്തായാലും കോരേഷിൻ്റെ കാലത്ത് വന്നപ്പോഴത്തേക്കും എന്താണ്, ദൈവം അതിന് അനുവാദം കൊടുക്കുകയാണ്. യെരുശലേമിൻ്റെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിയാൻ, യെരുശലേം ദേവാലയം റീബിൽഡ് ചെയ്യുവാനൊക്കെയുള്ള ഒരു പെർമിഷൻ ആര് കൊടുക്കുകയാണ്, ഈ കോരേഷ് എന്ന് പറയുന്ന ഒരു രാജാവ് കൊടുക്കുന്നതൊക്കെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് മെയിനായിട്ടും കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്, ദൈവത്തെ നമ്മൾ എത്രമാത്രം ആരാധിച്ച് ദൈവത്തിനെ അല്ലാതെ വേറെ അന്യദൈവങ്ങളുടെ പുറകെ പോകാതെ, ഈ അന്യദൈവ ആരാധന എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിലോട്ട് വരുമയോ ഞങ്ങൾ അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോകാറില്ലല്ലോ എന്ന് പറയും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിനെ കഴിഞ്ഞും സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എന്തിനൊക്കെ കൊടുക്കുന്നോ അതൊക്കെ നമ്മളുടെ മനസ്സിൽ എന്തായിത്തീരും, വിഗ്രഹങ്ങളായിത്തീരും അല്ലേ. ഈ പലപ്പോഴും നമ്മൾക്ക് ഈ പെന്തക്കോസ്തുകാരുടെ ചരിത്രം എടുത്താൽ അറിയാം, ചില പെന്തക്കോസ്തുകാർ ആഭരണം ഊരും, ചിലരോട് ദൈവം സ്പെസിഫിക് ആയിട്ട് ഇടപെടും ഊരണമെന്ന്. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാമോ, അവരുടെ മനസ്സിൽ എന്താണ്, ദൈവത്തിനെ കഴിഞ്ഞും ഒരു വിഗ്രഹമായിട്ട് ആര് നിൽക്കുന്നു, ഈ ആഭരണമൊക്കെ നിൽക്കുന്നത് കാണുന്നത് കൊണ്ടാണ് അവരോട് എന്ത് പറയുന്നത്, അത് ഊരാനായിട്ട് ചിലരോട് ദൈവം സ്പെസിഫിക് ആയിട്ട് ഇടപെടുന്ന ഒരു ചരിത്രങ്ങളൊക്കെ നമ്മൾക്ക് ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, ദൈവത്തിനെ കഴിഞ്ഞും അധികം അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസിനെ കഴിഞ്ഞും അധികം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ നമ്മളുടെ മനസ്സിൽ എന്തായിട്ട് തീരും, വിഗ്രഹങ്ങളായിട്ട് തീരും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എന്തായാലും ഈ 2 ക്രോണിക്കൽസിനകത്ത് നമ്മൾക്ക് തരുന്ന പാഠവും അതുതന്നെയാണ്. ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യും, അഭിവൃദ്ധിയും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണങ്ങളും എല്ലാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ വിട്ട് നമ്മൾ വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം മറ്റെന്തിനുമെങ്കിലുമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ ആ ഒരു കൃപയും അനുഗ്രഹങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമാകുകയും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പൈശാചിക അടിമത്തത്തിലേക്ക് പോകുവാനായിട്ട് ഇടയാവുകയും ചെയ്യും. ബാബിലോൺ പ്രവാസം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിലോട്ട് എടുത്തു നോക്കുമ്പോൾ പൈശാചിക അടിമത്തത്തെ അത് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പൈശാചിക അടിമത്തത്തിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ നമ്മളുടെ ജീവിതത്തിൽ വരികയും ചെയ്യുമെന്നുള്ളത് ഇവിടെ നമ്മൾക്ക് ദൈവം പഠിപ്പിച്ചു തരികയാണ്. ഇനി അതിനകത്തെ 2 ദൂതെന്ന് പറയുന്നത്, ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ള അതിനകത്തെ 2 ആലോചന എന്ന് പറയുന്നതും, ഒന്ന് അതിൻ്റെ 14-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം, അവിടെ പറയുകയാണ്, യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ല എന്ന് അവിടെ പറയുകയാണ്. ഇത് യെരുശലേമിലെ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലായ കാര്യമാണ്. എന്താണ്, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ യഹോവയാം ദൈവമല്ലാതെ മറ്റാരുമില്ല എന്ന് വെച്ചാൽ, ഒരു ബലഹീനനായ ഒരു മനുഷ്യന് ബലവാനോട് ജയിക്കണമെങ്കിൽ അവൻ്റെ ഒരു ശക്തി കൊണ്ടും നടക്കത്തില്ല. നടക്കണമെങ്കിൽ എന്തുണ്ടാകണം, യഹോവയാം ദൈവത്തിൻ്റെ സാന്നിധ്യം, യഹോവയാം ദൈവത്തിൻ്റെ ഒരു കരുതൽ നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മാത്രമേ നമ്മളെ കഴിഞ്ഞ് ബലമുള്ള ശത്രുവിനെ തകർക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മളെ കഴിഞ്ഞും നമ്മൾക്കെതിരെ വരുന്ന ബലമുള്ള ഏത് ശത്രുവിനെയും തകർത്ത് കളയുവാൻ യഹോവയാം ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾക്ക് കഴിയുമെന്നുള്ളത് ദൈവം നമ്മൾക്ക് തരുന്ന ആലോചനയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മളെ കഴിഞ്ഞ് ബലമുള്ള ശത്രുക്കൾ നമ്മൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ സഹായിക്കുവാൻ യഹോവയാം ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതിന്മേലൊക്കെ നമ്മൾക്ക് ജയം തരുന്ന ഒരു ദൈവമുണ്ട് അല്ലേ. പലപ്പോഴും നമ്മൾ പറയും, അയ്യോ അവരൊക്കെ വലിയ പിടിപാടുള്ളവരാ, അവരൊക്കെ വലിയ പണമുള്ളവരാ, അവരോടൊന്നും ജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് ആരെങ്കിലുമൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ദൈവത്തെ മുറുകെ പിടിച്ചോളുക. ആ യഹോവയാം ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ് ബലമുള്ളതിനെ തകർത്ത് ദൈവം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകുമെന്നുള്ളത് ദൈവം തരുന്ന വാഗ്ദത്തമാണ്. ഇനി അടുത്തത് 16-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോഴും അതിന് അർത്ഥം തരുന്ന വചനം തന്നെയാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്രന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ദൈവം ബലവാനാണെന്ന് നമ്മൾക്ക് കാണിച്ചു തരും. അതിന് ദൈവം എന്താ ചെയ്യുന്നത്, ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിൽ എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെയാ നോക്കുന്നത്, തന്നിൽ ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ ദൈവത്തെ ഏകാഗ്രതയോടെ അന്വേഷിക്കുക
പരീക്ഷിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരുടെ മുൻപിൽ താൻ ബലവാനാണെന്ന് കാണിക്കുവാൻ ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലെ നല്ലതും ചെറുതും വലുതുമായ ഏത് സംഭവങ്ങളും കാണുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുമല്ലോ, ദൈവമേ അങ്ങനെ കാണുന്നില്ല, അങ്ങല്ലെങ്കിൽ ഈ വിഷയങ്ങൾ കാണുന്നില്ലേ എന്നും നമ്മൾ ദൈവത്തോട് ചോദിക്കും. എന്നാൽ ദൈവത്തിന് പറയുവാനുള്ള ആലോചന ഇതാണ്: ദൈവമെല്ലാം കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ കണ്ണെല്ലായിടത്തും എത്തുന്നുണ്ട്. പക്ഷേ ദൈവം നമ്മളെ സഹായിക്കണമെങ്കിൽ, ദൈവം തന്നെത്താൻ ബലവാനെന്ന് നമ്മളുടെ മുൻപിൽ വെളിപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ഹൃദയം എവിടെയായിരിക്കണം? ദൈവത്തിൽ ഏകാഗ്രതയുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഏകാഗ്രതയുള്ളതായിരിക്കണം. ഇത്രയും നമ്മളുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. അപ്പോൾ ഈ 2 ക്രോണിക്കൽസിലൂടെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ളത്, ഒന്ന്, ദൈവത്തിൽ നിന്നും അകന്നു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ പരാജയമായി തീരും. അതുകൂടാതെ എന്താണ്, ചില പൈശാചിക അടിമത്തങ്ങൾക്ക്, മാനുഷിക അടിമത്തങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുവാനായിട്ട് ഇടയാകുമെന്നുള്ളത് ദൈവം തരുന്ന വാണിംഗ് ആണ്. രണ്ടാമത്തത് എന്താണ്, നമ്മൾക്കെതിരെ വരുന്ന എത്ര ബലമുള്ള ശത്രുവാകട്ടെ, എത്ര ബലമുള്ള വിഷയങ്ങളാകട്ടെ, എന്ത് വിഷയമാണെങ്കിലും നമ്മളെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ആർക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്? നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ആ ദൈവത്തിൽ ഏകാഗ്രതയോടെ വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മൾക്ക് ജയം തരുമെന്ന് ദൈവം നമ്മളോട് തരുന്ന ഒരു വാഗ്ദത്തമാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.